ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ അച്ചിങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. ഞാൻ ടെറസിൻ്റെ മേളിൽ നട്ടിരിക്കുന്നതാണ്. ഈ വാട്ടർ ടാങ്കിൻ്റെ മേളിലേക്ക് വലയിട്ട് കൊടുത്ത് നെറ്റ് അതിൽ കയറിയേക്കണതാണ് ഈ അച്ചിങ്ങ. വേനൽക്ക് നട്ടതാണ്. അപ്പോൾ വെള്ളമൊന്നുമില്ലാതെ മുരടിച്ചൊക്കെ നിൽക്കുമായിരുന്നു. പൂ കുത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കൊഴിഞ്ഞു പോകും. ഇപ്പം മഴ വന്നപ്പോൾ എല്ലാം കായും ഉണ്ടായി. അപ്പോൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ അച്ചിങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം മൂക്കാനിട്ടിട്ടുണ്ടെങ്കിൽ തത്ത എല്ലാം പറിച്ചുകൊണ്ട് പോവുകയെ. ഇതിൻ്റെ തൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി കുറച്ച് താഴത്തുമുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് പറിച്ചെടുത്താൽ ഒരു കറിക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. അപ്പോൾ വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കായ് കുത്തി തുടങ്ങിയിട്ടുണ്ട്, കായുണ്ട പൂവ്. അപ്പോൾ ഇതും ആ സൺസൈഡിൻ്റെ സൈഡിലിട്ടൊക്കെ പോയിട്ടുണ്ട്. നല്ലതുപോലെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ മഴ പെയ്തത് കൊണ്ടാണ്. ഇനി ഞാനൊരു കൂട്ടവും കൂടെ കാണിച്ചു തരാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ പുഴുക്കേടായിരുന്നേ. അപ്പം മഴ പെയ്തപ്പം നല്ല ഇലകളെല്ലാം വരുന്നുണ്ട്. പിന്നെ താഴെ വലിയ മരമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കറിവേപ്പില. ഇതിപ്പോൾ ഞാനൊരു പെയിൻറ്റും ബക്കറ്റിലാണ് നട്ടിരിക്കണേ. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്കയും കൂടെ പറിച്ചെടുക്കണേ. കോവയ്ക്കൊക്കെ ഒന്നരാട് ഞങ്ങൾക്ക് കറി വെക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും കറിവേപ്പിലയും എല്ലാം കഴിക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ റോസപ്പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. റോസയൊക്കെ മുരടിച്ച് നിൽക്കുമായിരുന്നു ചൂട് കൊണ്ടിട്ട്. ഇപ്പം എല്ലാം കിളർത്ത് വരുന്നുണ്ട്, പൂവൊക്കെ ആയി തുടങ്ങി. കോവയ്ക്കൊക്കെ നല്ലതുപോലെ ഉണ്ടാവുന്നുണ്ട്. ഞാനൊരു കണ്ട് താഴെ നട്ടെന്ന് പറയാറില്ലേ. അപ്പോൾ ഇഷ്ടം പോലെ കോവയ്ക്ക ഞങ്ങൾക്ക് ഇത്തവണ കറി വെക്കാൻ കിട്ടി. ഇനി നമുക്ക് താഴത്തേക്ക് പോകാം. താഴെ സൺസൈഡിലും ഉണ്ട് നമ്മുടെ പടവലങ്ങ. അപ്പോൾ ഈ സൺസൈഡിൽ വെയിലുള്ളപ്പോഴാണേ പറ്റുള്ളൂ. അപ്പോൾ മോനിതിൽ ഇറങ്ങി നിന്നിട്ട് വേണേ പറിച്ചെടുക്കുന്നതിന്. ഈ കമ്പിയുടെ മേളിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങും. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തെന്നി കിടക്കണതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം പറിച്ചെടുക്കുവാണേ. ഇവിടെ അച്ചിങ്ങയുണ്ട്, പടവലമുണ്ട്. ഇപ്പോൾ ഈ സൺസൈഡ് വഴിയാണ് കയറിപ്പോയിരിക്കണേ. ഇതിൽ ഒത്തിരി പൂത്തിയതായിരുന്നു. പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ടിട്ട് ഇതെല്ലാം വാടിപ്പോകുമായിരുന്നേ. ഇപ്പം മഴ പെയ്തപ്പോഴത്തേനും എല്ലാം പിടിച്ചു വന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കണേ. അപ്പം ഇത്രയും കൂട്ടാണ് ഇന്ന് നമ്മൾ പറിച്ചെടുത്തത്. പടവലങ്ങയും അച്ചിങ്ങയും കോവയ്ക്കയും. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ അച്ചിങ്ങയാണ് എടുക്കണേ. പടവലങ്ങയും കോവയ്ക്കയും ഇന്ന് എടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ അമ്മമാരെപ്പോഴും ഉണ്ടാക്കി തരുന്നൊരു കറിയാണ്. ഈ ചക്ക സീസൺ വരുമ്പോഴൊക്കെ, മഴ പെയ്യുമ്പോഴും എല്ലാം കറിക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വേഗം അത് ഒലത്തിത്തരും. ഞങ്ങളിവിടെ ഒലത്തണം എന്നാണ് പറയണേ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. ഇനി നമുക്കിത് അടപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല. ഉപ്പൊന്ന് തിളച്ചതിന് ശേഷം ഇടാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം.
അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ കിട്ടിത്തുടങ്ങിയല്ലോ. ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം അസുഖങ്ങളൊന്നും വരാതെ. കണ്ട എൻ്റെ ഒരു കൈയുടെ നീട്ടമുണ്ട് ഈ പയറിന്. ഇനി നമുക്കിത് ഒടിച്ചെടുക്കാം. നീളത്തിൽ ഒടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോയിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഒടിച്ചെടുക്കണം. ഒരു 10 പയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കറിക്കുണ്ട്. ഇനിയിപ്പോൾ പച്ചക്കറി തൈകളെല്ലാം നട്ടു തുടങ്ങണം. വെണ്ടയ്ക്കയും ബീൻസൊക്കെ ഞാൻ നട്ടിട്ടുണ്ട്, മുളച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി അതെല്ലാം ഗ്രോ ബാഗിൽ പറിച്ച് നടണം. അപ്പോൾ അച്ചിങ്ങെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്, കഴുകി വച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചക്കക്കുരുവിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഒന്ന് വെന്തോ ഇല്ലയെന്ന് നോക്കാം. ചില ചക്കക്കുരു പെട്ടെന്ന് അങ്ങോട്ട് തിളച്ചാൽ വേവും, ചിലതിന് ഇത്തിരി വേവുണ്ടാവുമേ. ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചിങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട, ഈ കിടക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടുമേ. കുക്കറിൽ വേണമെങ്കിൽ വെക്കാം, പക്ഷേ കുക്കറിൽ ഇടുമ്പോഴത്തേനും അങ്ങോട്ട് വെന്തങ്ങോട്ട് കുഴഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ആ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്നാകട്ടെ. എന്നിട്ടൊന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണേ. ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്, മുഴുവനുമുള്ള കുരുമുളക്. അത് പതുക്കെ ഒന്ന് ചതച്ചെടുക്കാം. കണ്ടിങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. ആ കുരുമുളക് ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്തിരി വെളുത്തുള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി ഇതും കൂടി ഇട്ട് പതുക്കെ ഒന്ന് ഒറ്റ കറക്കിയെടുക്കാം. കണ്ട ഇതേപോലെ അധികം ചതഞ്ഞു പോകാതെ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നമ്മളെപ്പോഴും നാടൻ കറികളൊക്കെ വെക്കുമ്പം ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ ഒക്കെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളേ. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഈ കുരുമുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ കറിവേപ്പിലയും ഉള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഇടിച്ച മുളകാണ് ഇട്ട് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ചക്കക്കുരു വേവിച്ചപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി. അപ്പോൾ 1 സ്പൂൺ ഇടിച്ച മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുതേ. നല്ല നിറത്തോടു കൂടി തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും അച്ചിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഈ മഴക്കാലങ്ങളിൽ കഴിക്കണേ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ നിരത്തിയിട്ട് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെള്ളം വറ്റിച്ച് കളയണ്ട. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. നല്ല കുരുമുളകിൻ്റെ ആ രുചിയും വെളുത്തുള്ളിയുടെ രുചിയും ഇടിച്ച മുളകിൻ്റെയൊക്കെ എരിവും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.